ചില സിനിമകൾ, അത് വരവേൽപ്പ്, മിഥുനം, വെള്ളാനകളുടെ നാട്, ഒപ്പം സന്ദേശം, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ അദ്ദേഹം അതിലെ തമാശകളെ ഒരു ആവരണം, ഒരു ബാഹ്യാവരണം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ അതിനകത്ത് പൊതിഞ്ഞ് സമൂഹത്തിലുള്ള പല രീതിയിലുള്ള ശക്തികളെ, ഇല്ലെങ്കിൽ മാലിന്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളെയൊക്കെ തുറന്നു കാട്ടുന്നതിലേക്ക്, അതിൻ്റെ ഒരു പുതിയ ചലച്ചിത്ര സമീപനത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചു. ഇല്ലെങ്കിൽ ശ്രീനിവാസൻ തന്നെ ആ രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആദ്യ 2 സിനിമകൾ കഴിഞ്ഞപ്പോൾ അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന രീതി, അത് ഓടുന്ന ദിവസങ്ങൾ, അത് എത്രത്തോളം അടുക്കുന്നു പ്രേക്ഷകരിലേക്ക്, അദ്ദേഹത്തിലേക്ക് ആളുകൾ എത്രത്തോളം അടുക്കുന്നു എന്നതിനെയൊക്കെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിന്റെ ആ വഴി അവിടെ മാറി എന്നുള്ളതാണ്. അതിനൊക്കെ വലിയ സ്വീകാര്യത ആ കാലഘട്ടത്തിൽ പോലും ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നീടും അത് വലിയ ചർച്ചയാകുന്നു. ഇപ്പം നേരത്തെ പൊളിറ്റീഷ്യൻസ് ഒക്കെ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിലും അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ച അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അദ്ദേഹം എഴുതിയ ഡയലോഗുകൾ, അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, ഇതെല്ലാം ഇപ്പോഴും ചർച്ചയാകപ്പെടുന്നു. അതിപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചർച്ചയാവുന്നുണ്ട്, കേരളത്തിന്റെ ഒരു സാമൂഹിക അവസ്ഥയുമായി ബന്ധപ്പെട്ട് ചർച്ചയാവുന്നുണ്ട്. അങ്ങനെ എല്ലാ കാലത്തേക്കും ചർച്ച ചെയ്യാൻ, എല്ലാ കാലത്തും ആളുകൾ ഓർക്കുന്നത് പോലെ, എല്ലാ കാലത്തും അത്രയധികം സംഭാവന നൽകി പോന്നിരുന്ന ആളാണെന്ന് അനുസ്മരിക്കുന്നത് പോലെ ഒരു പിടി കാര്യങ്ങൾ ബാക്കിയാക്കിയാണ് ശ്രീനിവാസൻ യാത്രയാകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം സംവിധായകൻ എന്നുള്ള നിലയിലേക്ക് എത്തിയ പ്പോഴും അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തിരക്കഥ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം. സംവിധാന മികവിനപ്പുറത്തേക്ക് സംവിധാനത്തിൽ അദ്ദേഹത്തിന് എടുത്തു പറയത്തക്ക, അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ രീതിയിലായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നതെന്ന് പോലും തോന്നുന്നു. കാരണം തിരക്കഥയിലാണ് അതിന്റെ ശക്തി, പറയുന്ന കഥയിലാണ്, അതെങ്ങനെ ആളുകളുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നു എന്നതിലാണ് ആ സിനിമയുടെ ശക്തി എന്ന് അദ്ദേഹം കരുതിയിരുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ സംവിധായക മികവിനപ്പുറത്തേക്ക് തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ അദ്ദേഹം എങ്ങനെ ജ്വലിച്ചു നിന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ വടക്കു നോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിലുള്ളൊരു വളരെ കാതലുള്ള ഒരു ഇതിവൃത്തം അതിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്, നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ, ജിൽസ് സൂചിപ്പിച്ചിരുന്നത് പോലെ, എങ്ങനെയാണ് എങ്ങനെ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ആ പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് അത് ഭംഗിയായി ക്യാമറയിൽ എത്തിച്ച് അത് പ്രേക്ഷകന് കാണിച്ചു നൽകി അത് മനസ്സിലാക്കി കൊടുക്കുക എന്നത് വളരെ സക്സസ് ആയിരുന്നു ശ്രീനിവാസന്റെ കാര്യത്തിൽ എന്നുള്ളതാണ്.